പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസൻ ആയിരിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം: നാം ആരെയാ പ്രസാദിപ്പിക്കുന്നത്? നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവോ അതോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു? ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നാം പലതും ചെയ്യും. അവരുടെ മുമ്പാകെ നല്ല പേരെടുക്കുവാൻ, അവരുടെ മുമ്പാകെ കയ്യടി ലഭിക്കുവാൻ മനുഷ്യർ പലതും ചെയ്യും. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം സ്വർഗത്തിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ആയിരിക്കട്ടെ. ഇതാ തിരുവചനം വായിക്കുമ്പോൾ എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിപ്പിക്കുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള യാഗം കാളകളും കോലാട്ട് കൊറ്റന്മാരും അല്ല. ഹല്ലേലൂയ. മൃഗങ്ങളെ അറക്കുന്നതല്ല, പിന്നെയോ നന്മ ചെയ്യുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യണം. അതിനകത്താ ദൈവം പ്രസാദിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യർക്ക് മൃഗങ്ങളെ അറുക്കേണ്ടി വന്നു. എന്നാൽ തൻ്റെ ഏകജാതനായ പുത്രൻ ക്രൂശിൽ അറക്കപ്പെട്ടപ്പോൾ നാം ഇനി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് രക്തച്ചൊരിച്ചിൽ കൊണ്ടല്ല, പിന്നെയോ നന്മ കാണിക്കുന്നതിലും കൂട്ടായ്മ ആചരിക്കുന്നതിലും അത്രേ. അതിൻ്റെ നടുവിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലം ദൈവത്തെ പ്രസാദിപ്പിക്കുമെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലവും നമുക്ക് ലഭിക്കും. രണ്ടാമതായി തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, എബ്രായ ലേഖനം 11-6 തന്നെ നാം വായിക്കുന്നു: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും നാം വിശ്വസിക്കണം. ഇന്ന് രാവിലെ ദൈവത്തെ വിശ്വസിക്കേണ്ട, ദൈവത്തെ ഹല്ലേലൂയ പ്രസാദിപ്പിക്കാനുള്ള രണ്ടാമത്തെ മാർഗം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നതത്രേ. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. ഈ രാവിലെ സമയത്തും നാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുമെങ്കിൽ, നാം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രസാദം നമുക്ക് ലഭിക്കും. ദൈവം നമ്മളിൽ പ്രസാദിക്കും. പലപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ഹല്ലേലൂയ മനുഷ്യർ പലതും ചെയ്യാറുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ഇതാ വേറെ പുസ്തകം പറയുന്നു, ദൃഷ്ടി സേവകൾ ഹല്ലേലൂയ മറ്റുള്ളവരെ കാണത്തക്ക രീതിയിൽ പലതും ചെയ്യും. അങ്ങനെ ദൃഷ്ടി സേവകളെ കൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കും. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ദൃഷ്ടി സേവയിലല്ല പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ അവൻ ഹൃദയത്തിൻ്റെ ഹല്ലേലൂയ ആ ഒരു ഒരുക്കത്തിലാണ് പ്രസാദിക്കുന്നത്. അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. അവൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ ആരായുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നാം എന്ത് നനയ്ക്കുന്നു എന്ന് പോലും ദൈവത്തിന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർ ബാഹ്യമായ പലതും കാണിച്ചു കൂട്ടുമ്പോൾ ദൈവം നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാൽ അല്ല, ക്രിസ്തുവിൻ്റെ ദാസനെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പീൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നാം അനുസരിക്കുമ്പോൾ, കർത്താവിനെ സേവ ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നന്നായിട്ടറിയും. അതുകൊണ്ട് ഇതാ ഒന്നാമതായി നാം ചിന്തിച്ചത് നന്മ ചെയ്യുന്നതിലും കൂട്ടായ്മ ആചരിക്കുന്നതിലും ദൈവം പ്രസാദിക്കുന്നു. 2, ഹല്ലേലൂയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൽ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ സാധിക്കും. ഇതാ മൂന്നാമതായി പറയുന്നു, ഹല്ലേലൂയ വിശ്വാസത്താൽ ഹാനോക്ക് എടുക്കപ്പെട്ടു, അവൻ മരണം കാണാതെ എടുത്തുകൊണ്ടതിനാൽ, ഹല്ലേലൂയ അവൻ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞു. അതെങ്ങനെയാണ് സംഭവിച്ചത്? തൻ്റെ ജീവിതത്തിൽ താൻ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം മനസ്സിലാക്കി, ഇവൻ കൂടെ നടക്കാൻ കൊള്ളാവുന്നവനാ. ഇവൻ വാക്കിലും പ്രവൃത്തിയിലും മാത്രമല്ല, ഇവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടിലും ഒരു ദൈവ പൈതൽ എന്ന് ഹല്ലേലൂയ അവൻ സാക്ഷീകരിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർ
മറ്റുള്ളവർ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നു എന്നത് വളരെ ശ്രദ്ധേയമത്രേ. നമ്മുടെ കർത്താവ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ മനുഷ്യൻ്റെ ബലത്തിൽ ഹല്ലേലൂയ പ്രസാദിക്കത്തില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല, പുരുഷൻ്റെ ഊരുക്കളിൽ അവൻ പ്രസാദിക്കുകയുമില്ല. തന്നെ ഭയപ്പെടുകയും ഹല്ലേലൂയ തൻ്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ യഹോവ പ്രസാദിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഹാനോക്ക് അതാ ചെയ്തത്. ദൈവത്തിൻ്റെ ദയയിൽ ആശ്രയിച്ചു, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചു, കർത്താവിനോട് കൂടെ നടന്നു. കൂടെ നടക്കുന്ന ദൈവത്തെ മറച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളൊരു ഉറപ്പ് ഹല്ലേലൂയ തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് വാക്കിലും ക്രിയയിലും പ്രവൃത്തിയിലും എന്ത് ചെയ്താലും പ്രസാദിപ്പിക്കുന്ന ദൈവത്തെയാ. ദൈവമായി എന്നെ കാണുന്നത്. അങ്ങനെ ഒരു ബോധ്യമുള്ളപ്പോൾ അവൻ്റെ ജീവിതം തന്നെ അവൻ ക്രമപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്ന് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയരെ, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും കണ്ട് സ്വർഗത്തിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം കേൾക്കട്ടെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം പറയട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചോദിച്ച ചോദ്യത്തിന് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താം. നാം ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? നാം നന്മ കാണിച്ച് കൂട്ടായ്മ ആചരിച്ച് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ? 2, നമ്മുടെ വിശ്വാസം കൊണ്ട് നാം ദൈവത്തെ ചലിപ്പിക്കുന്നവരാണോ? 3, നമ്മുടെ ജീവിതത്തിൻ്റെ ചുവടുകൾ കൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ അവൻ ജയോത്സവമാക്കി നമ്മെ നടത്തും. God bless you. Amen. Amen.